ഇത്തവണത്തെ ഈ ഇലക്ഷനിലെ ഏറ്റവും നല്ല ഒരു പ്രകടന പത്രിക മുന്നോട്ട് വെച്ചിരിക്കുന്ന UDF അല്ലേ? അതെ, ചെറുപ്പക്കാർക്ക് സ്ത്രീകൾക്ക് ഒക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവർ നന്നായിട്ട് പഠിച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം എല്ലാ മേഖലകളെയും അവർ സ്പർശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഈ ശരിക്കും ഈ LDFനെ വലിയ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാന ഇന്ദിരാ ഗ്യാരണ്ടി, അതിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര. അത് നമ്മൾ കേൾക്കുമ്പം ഇതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ വോട്ട് കിട്ടാൻ അത് മാത്രം മതി. അത് ഭയങ്കര കാര്യമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഞങ്ങളുടെ നാട്ടിൻ പുറത്തൊക്കെ തന്നെ ഞാൻ രാവിലെ ബസ്സിലാണല്ലോ വരുന്നത് പലപ്പോഴും. അവിടെ എന്തുമാത്രം സാധാരണക്കാരായ അവർ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥരൊന്നുമല്ല, ജോലിക്ക് പോകുന്നവരൊക്കെ ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ അതൊരു വലിയൊരു ജനവിഭാഗമാണ് അവർക്ക് സൗജന്യ ബസ് യാത്ര എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ എങ്ങാണ്ട് അന്ന് കെജ്രിവാൾ പണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഡൽഹിയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ ഇത് നടപ്പാക്കുന്നതിന് പ്രത്യേകിച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് ഉള്ളതും ഒരിക്കലും ഇത് നടപ്പാകില്ല എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാനാണ് ആര് ശ്രമിച്ചത്? LDF ശ്രമിച്ചത്. ആദ്യം ഭരണത്തിലേറട്ടെ അല്ലേ, എങ്കിൽ മാത്രമല്ല ഇത് നടപ്പാക്കാൻ കഴിയുമോ, ഇതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളത്. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നിരവധിയുണ്ട് അല്ലേ. എന്ത് കാര്യം കൊണ്ടുവരുമ്പോൾ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം നമുക്കറിയാം പ്രധാനമന്ത്രി കൃഷി സമ്മാൻ നിധി 3 മാസം കൂടുമ്പോൾ എല്ലാ കർഷകർക്കും, കൃഷി ചെയ്യുന്നവർക്കും കിട്ടും, അല്ലാത്തവർക്കും കിട്ടും, 2000 രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലെത്തും. അതൊരു വലിയ പദ്ധതിയല്ലേ. ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിരുന്നോ ഇത് നടപ്പാവും? കാരണം രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കാർഷിക രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ശതമാനം ആൾക്കാർ, ഇന്ത്യയിൽ പകുതിയിലേറെ ജനങ്ങളും കൃഷി കൊണ്ട്, കേരളത്തിലില്ലെന്നേ ഉള്ളൂ, കൃഷി കൊണ്ട് ജീവിക്കുക. തമിഴ്നാടാണേലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണേലും എല്ലാവരും. അപ്പോൾ അവിടെയുള്ള എല്ലാ കർഷകർക്കും അത് 10 സെൻറ്റ് മുതൽ ഏക്കർ എത്ര ഉള്ളവർക്കും കിട്ടും. പിന്നെ കുറച്ച് മാനദണ്ഡങ്ങൾ അതിന് ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എന്താണ്, അവരുടെ റേഷൻ കാർഡ്, വരുമാനം, അതൊക്കെ വെച്ചിട്ട് പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കിട്ടില്ല. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇത് നടപ്പാക്കിയപ്പോൾ ഈ സംഭവം വൻ വിജയം. അതങ്ങനെയാണ് എപ്പോഴും. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? 2000 രൂപ കിട്ടിയിട്ടില്ല. അപേക്ഷിച്ചാൽ മതിയല്ലേ? എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ ആദ്യം ഇതിന് സംശയം പ്രകടിപ്പിച്ചപ്പോൾ കൃഷി ഓഫീസർ എന്നോട് പറഞ്ഞു, നിങ്ങൾ പറമ്പിൽ 2 കൂട് തെങ്ങുണ്ടോ, 2 കൂട് വാഴയുണ്ടോ, കിട്ടിയിരിക്കും. നിങ്ങൾക്ക് എത്ര സെൻറ്റ് ഉണ്ട്? അത് ഇത്ര സെൻറ്റേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഇത്ര കൃഷിയുണ്ടോ? അത് കിട്ടിയിരിക്കും. നിങ്ങൾ ചെറുതായിട്ട് എന്ത് കൃഷി ചെയ്താലും നിങ്ങൾക്ക് കിട്ടും, 2000 രൂപ വെച്ച് കിട്ടും. എന്നാൽ നിങ്ങൾ ITR ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അങ്ങനെയുണ്ട്. വരുമാനം നമുക്ക് കൂടുതലാണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആൾക്കാർക്ക് അത് കിട്ടില്ല. പിന്നെ വലിയ എന്താ പറയുന്നത്, കമ്പനികളുടെ ഉടമകൾ, അങ്ങനെയുള്ള ആൾക്കാർ, പലപ്പോഴും നേരത്തെ ഫാം ഉടമകൾക്ക് അവർക്കൊന്നും കിട്ടില്ല. നേരത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് അവർ ചെയ്ത നല്ല കാര്യങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇക്കുറി നേരത്തെ നമ്മൾ പറഞ്ഞതല്ല, സമൂഹ മാധ്യമങ്ങളെ വളരെ ഫലപ്രദമായി അവർക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും വരാം ഈ ബസ് യാത്രയെക്കുറിച്ച്. ഈ ബസ് യാത്രയെന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ, അതിനും അവർ മാനദണ്ഡം വയ്ക്കും. ഓർഡിനറി ബസ് ആയിരിക്കും മിക്കവാറും. ഓർഡിനറി ബസ് മാത്രമല്ല, ഏത് കാറ്റഗറിയിൽപ്പെട്ടവർക്കായിരിക്കും ഇത് കിട്ടുക എന്നുള്ളത്. അതിനിപ്പോൾ ഈസി ആയിട്ട് പറ്റും, കാരണം നമ്മൾ ഡിജിറ്റലൈസേഷൻ്റെ കാലമാണ്. ഇത്ര വരുമാന പരിധിക്കുള്ള ആൾക്കാർക്ക് ബസ്സിൽ ഒരു സൗജന്യ കാർഡ് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതേസമയം ഈ പറയുന്ന മറ്റ് ദിവസവും ജോലിക്ക് പോകുന്ന ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന 10,000 ശമ്പളം മേടിക്കുന്ന ആൾക്കാരും ചെറിയൊരു സെസ് ഇതിൻ്റെ പേരിലേക്ക് നീക്കി വെച്ചാൽ മതി, ഈസി ആയിട്ട് ഇത് സാധിക്കും. 5 രൂപ 10 രൂപ വാങ്ങിച്ചാൽ പോലും വലിയ തുകയാണത്, ഈസി ആയിട്ട് സാധിക്കും. അപ്പം ഈ പ്രതിപക്ഷം ഇത് നടക്കില്ല എന്ന് ചർച്ച ചെയ്യുമ്പോൾ പോലും എന്താണ് ഭരണപക്ഷം ചർച്ച, അപ്പോഴും ഈ UDF ഇതിനെക്കുറിച്ച് വിശദമാക്കിയിട്ടില്ല. ഞങ്ങൾ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയെ പറഞ്ഞിട്ടുണ്ട്. മാനദണ്ഡം വെക്കേണ്ടി വരും. മാനദണ്ഡം വയ്ക്കുക. അതിനാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. എന്താ ഈ പ്രധാനമന്ത്രി കൃഷി സമ്മാൻ. അപ്പോൾ എന്താണെങ്കിലും ഈ സർക്കാർ ഇത് UDF അധികാരത്തിൽ വന്നാൽ അവർ ഇത് നടപ്പാക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ വളരെ ചെറിയ ശതമാനം സ്ത്രീകൾക്ക് ഇത് കിട്ടുകയുള്ളൂ. ബാക്കി മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചു വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. മതി. ഇപ്പം നമ്മുടെ ക്ഷേമ പെൻഷൻ എത്ര പേർക്ക് കിട്ടും? നാട്ടിലെല്ലാവർക്കും ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ടോ? ഇപ്പം ക്ഷേമ പെൻഷൻ മേടിക്കുന്ന സ്ത്രീകൾക്ക് മുഴുവൻ ഈ ബസ് യാത്ര സൗജന്യമായി കൊടുത്താൽ ഒന്നും സംഭവിക്കാൻ അതിന് മാനദണ്ഡമാക്കിയാൽ മതി. അങ്ങനെയൊക്കെ ഇത് മുന്നോട്ട് പോകും. അപ്പം ഇത് നടക്കില്ല എന്നുള്ളത് വെറും വരട്ട് ന്യായവാദമാണ്. അത് ഈസി ആയിട്ട് നടക്കും. പിന്നെ ഏത് പദ്ധതി നടപ്പാക്കുമ്പോഴും അതിന് ചെറിയ പോരായ്മകൾ ഉണ്ടാവും. UDFന്റെ റീൽസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതാണ്. ഇപ്പൊ തന്നെ യുവജനങ്ങളെ ഏറ്റവും ആകർഷിച്ച റീൽസ് എന്താ, വാഹനങ്ങൾ മോഡിഫിക്കേഷൻ വരുത്തുന്നത് നിയമവിധേയമാകുമെന്ന് VD സതീശൻ. ഇപ്പൊ നിയമവിരുദ്ധമാണത്. അപ്പൊ കേട്ടോണം,
അത് ഞാൻ പറയുമ്പോൾ നമ്മൾ വേറെ ഒന്നുകൂടെ, കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് തെരഞ്ഞെടുപ്പ് റാലി നടക്കുക. ഗതാഗത മന്ത്രിയാണ് ആര്, ഗാബി ഗണേഷ് ഗണേഷ് ആ KSRTC ബസ്സിന് മുമ്പിൽ പ്ലാസ്റ്റിക് കുപ്പി ഇട്ടെന്ന് പറഞ്ഞ് ഡ്രൈവറെ സസ്പെൻഡ് ചെയ്ത ആളാണ്. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഈ റാലി നടക്കുന്നതിന് മുമ്പിൽ ഇദ്ദേഹം അവിടെ നിൽക്കുന്നു, ഇയാളുടെ കൂടെ വേടൻ നിൽക്കുന്നു, കുറേ ബൈക്കിൽ കുറേ യൂത്ത് വന്ന് നിൽക്കുകയാണ്. ഈ യൂത്തിന് ഒന്നിനും ഹെൽമെറ്റ് ഇല്ല, ഒറ്റ ആൾക്ക് ഹെൽമെറ്റ് ഇല്ല. മാത്രമല്ല അദ്ദേഹം കൈ കാണിക്കുക, റൈസ് ചെയ്തോളാം. ഫ്ലൂട്ട് കട്ട് ചെയ്യുന്ന വണ്ടിയൊക്കെയാണ് ഏതാ ഈ ബൈക്ക് എന്ന് പറയുന്നത്, നിയമവിരുദ്ധമാണ്. ഈ MVD പിടിച്ചാൽ 25,000 രൂപ ഫൈൻ അടിക്കുന്ന വണ്ടിയും കൊണ്ടാണ് ഈ വന്ന് നിൽക്കുന്നത്. അന്നേരം ഗണേഷ് കുമാറിന് പ്ലാസ്റ്റിക് കുപ്പി കണ്ടതിന് ഓൺ ദ സ്പോട്ടിൽ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്ത ഗണേഷ് കുമാറിന് അന്നേരം തൻ്റെ ഉദ്യോഗസ്ഥരെ വെച്ച് വരെ ആരെയും പിടിക്കേണ്ട. അതെന്ത് ഇരട്ടത്താപ്പാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന വണ്ടിയുടെ മോഡിഫിക്കേഷൻ സതീശൻ VD സതീശൻ പറഞ്ഞിരിക്കുന്നത് അത് നിയമവിധേയമാക്കുമെന്നാണ്. അപ്പോൾ ഇത് കേന്ദ്ര നിയമത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ഈ മോഡിഫിക്കേഷൻ നിയമവിധേയമാക്കുന്നത് എങ്ങനെ പിന്നെ കേന്ദ്ര നിയമം മറികടക്കാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങളാണ് ഇതിനടി. എന്തായാലും ശരി, 2 ദിവസം കൊണ്ട് ഇൻസ്റ്റയിൽ 60 ലക്ഷം പേര് പ്രതികരിച്ചു. ചെറുപ്പക്കാരെല്ലാവരും സന്തോഷത്തിലാണ്, മുഴുവൻ ആൾക്കാർ സന്തോഷത്തിലാണ്. അപ്പം കേന്ദ്ര മോട്ടോർ വാഹന നയം കേരളത്തിൽ ഭേദഗതി ചെയ്യാം എന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ മറുപടി നിയമോപദേശം തേടിയാൽ മതിയല്ലോ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ നമ്മളെ അമ്പരപ്പിച്ച് കളഞ്ഞു. കാരണം നമ്മളിപ്പോൾ പറഞ്ഞത്, ആദ്യം നമ്മൾ പറഞ്ഞ ഇന്ദിരാഗാന്ധി സ്ത്രീകളെ കയ്യിലെടുത്തു, തൊട്ടുപുറകെ ന്യൂജൻ ആൾക്കാരെ കയ്യിലെടുത്തു. നമുക്ക് പണ്ട് തൊപ്പി എന്ന് പറഞ്ഞൊരുത്തരെ പിടിച്ചോണ്ട് പോയതുപോലെ കേരളം കത്തിക്കാൻ ഇറങ്ങിയ ന്യൂജൻകാരാണ്. പിന്നെ ഒരു വണ്ടിയും കൊണ്ട് 2 സഹോദരന്മാർ നടക്കുന്നുണ്ടായിരുന്നു. അതെ ഓർമ്മയുണ്ട്. അവന്മാർ വണ്ടി പിടിച്ചോണ്ട് പോയെന്നും പറഞ്ഞ് ഭയങ്കര വേളമായിരുന്നു, ഓർക്കുന്നില്ലേ? അതിൻ്റെ പേരിൽ ഞങ്ങൾ കേരളം കത്തിക്കുമെന്നും പറഞ്ഞ് ഓരോരുത്തർ ഓർത്തോണം 10, 12 വയസ്സുള്ള പിള്ളേരാണ് വന്ന് ഫേസ്ബുക്കിൽ മനസ്സിലാക്കി ഞങ്ങളുടെ തൊപ്പിയെ തൊട്ടാ കേരളം കത്തും എന്ന് പറഞ്ഞ് നിന്ന സ്ഥലമാണ്. അവിടേക്കാണ് നിങ്ങൾക്ക് വണ്ടി ഏത് വിധത്തിലും രൂപമാറ്റം വരുത്തുന്നത് നിയമവിധേയമാക്കി തരും എന്ന് പറയാം. കാരണം ഓരോരുത്തരും 50,000 60,000 ഫൈൻ അടിച്ചിട്ട് നിൽക്കുക. അപ്പോൾ ഈ സ്ത്രീകളെയും യുവതലമുറയെയും ഒരേപോലെ ആകർഷിക്കുന്ന കാര്യത്തിൽ UDFിൻ്റെ ഈ ഒരു നയപരിപാടികൾ വിജയിച്ചിരിക്കുന്നത് മാത്രമല്ല, അത് സമൂഹ മാധ്യമങ്ങളുടെ റീൽസാക്കി കൃത്യമായി അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. അപ്പോൾ ഇത്തവണ പ്രകടന പത്രിക കൊണ്ട് വോട്ട് സമ്പാദിക്കാൻ കഴിയും, വോട്ട് നേടിയെടുക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് UDF. കാരണം എല്ലാം ഒരുമാതിരി നടക്കുന്ന പദ്ധതികൾ. അതെ.